ഒരു ഡാറ്റ സയൻറ്റിസ്റ്റ് എന്ന നിലയിൽ ഞങ്ങൾ പലപ്പോഴും കസ്റ്റമർ ഡാറ്റ പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് എന്നിവ പ്രവചിക്കാറുണ്ട്. അതൊരിക്കലും ഒരു ശരിയായ പ്രവചനം അല്ല, മറിച്ച് ഗണിതശാസ്ത്രവും സ്റ്റാറ്റിസ്റ്റിക്കൽ സമവാക്യങ്ങളും ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു കണക്കുകൂട്ടലാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഇങ്ങനെ പ്രവചനം നടത്തുന്നതിൽ ഇസ്ലാമികമായി വല്ല തെറ്റുമുണ്ടോ എന്നാണ് ഈ വിദ്യാർത്ഥി സുഹൃത്തിൻ്റെ ചോദ്യം. ഇവിടെ പ്രവചനം എന്ന് പറയുമ്പോൾ രണ്ട് രൂപത്തിലുള്ള പ്രവചനമുണ്ടല്ലോ. ഒന്ന്, ഇപ്പോൾ ഇസ്ലാം നിഷിദ്ധമാക്കിയ ചില പ്രവചനങ്ങളുണ്ട്. മൻ അത്ത അറാഫൻ ഔകാഹിനൻ, ഒരു ജ്യോത്സ്യൻ്റെയോ ഗണിക്കൻ്റെയോ അടുക്കൽ പോയി അവർ പ്രവചിക്കുന്നത്, അവർ പറയുന്നത് വിശ്വസിക്കുകയാണ് എങ്കിൽ അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കപ്പെട്ട വിശുദ്ധ ഖുർആനിൽ വിശ്വസിച്ചു എന്നൊക്കെയുള്ള ആ പ്രവചനം വിശ്വാസപരമായ ഗൈബിയായ കാര്യങ്ങൾ അറിയുന്ന അള്ളാഹു മാത്രമാണ്. ഇതിന് സമാനമായി ഈ ജ്യോത്സ്യന്മാരും ഗണിക്കന്മാരും എന്ന് പറയുന്ന ആളുകൾ പ്രവചിക്കുന്ന പ്രവചനം അത്തരത്തിലുള്ള ഒരു പ്രവചനമല്ല ഇവിടെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ എത്രത്തോളം ചിലവാകുന്നുണ്ട്, അത് ഏതെല്ലാം സ്ഥലങ്ങളിലാണ് കൂടുതൽ ചിലവാകുന്നത്, എത്തരത്തിലുള്ള ആളുകളാണ് വാങ്ങുന്നത്, അപ്പോൾ ഏത് രൂപത്തിലാണ് ഈ അടുത്ത പ്രൊഡക്റ്റ് നടത്തേണ്ടത് എന്നൊക്കെയുള്ള പ്രവചനങ്ങൾ. ആ പ്രവചനങ്ങൾ നടത്തുന്നത് കേവലം അവർ സാങ്കല്പികമായിട്ടല്ല, മാർക്കറ്റിൽ ചെല്ലുകയും ഓരോ കടയിലും ചെന്ന് പരിശോധിച്ച് അന്വേഷിച്ച് അതിൻ്റെ റേഞ്ചുകൾ കണക്കാക്കി കുറേ പരിശോധനകൾക്ക് ശേഷമാണ് അവർ ആ കടയിലുള്ള സെയിൽസ്മാൻ്റെ ഡീറ്റെയിൽസ് അവരെന്താ പ്രായോഗിക അവരുടെ പരിചയങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഇതെല്ലാം വെച്ചുകൊണ്ടാണ് അവർ ഒരു കണക്ക് കൂട്ടലുകൾ നടത്തുകയാണ്. അതിന് പ്രവചനം എന്ന പേരിട്ടു എന്ന് മാത്രം. അങ്ങനെ നോക്കുമ്പോൾ അവർ അതിന് അധ്വാനിക്കുന്നുണ്ട്, സമയം ചെലവഴിക്കുന്നുണ്ട്, അതിനുവേണ്ടി അവർ പഠിച്ചിട്ടുണ്ട്. അത് ഒരു ഹറാമായ സമ്പാദ്യമല്ല. നേരെ മറിച്ച് ഇവർ ഇതൊന്നും ചെയ്യാതെ റൂമിൽ ഇരുന്ന് വെറുതെ ഞങ്ങൾ അതിൻ്റെ കണക്കുകളൊക്കെ നോക്കി എന്ന് പറഞ്ഞ് വെറുതെ ഒരു കണക്ക് കൊടുക്കുകയാണെങ്കിൽ അത് സത്യത്തിൽ നിഷിദ്ധമാണ്. അധ്വാനിക്കാതെ പ്രതിഫലം വാങ്ങുന്നതിന് സമാനമായി തീരും. ചോദ്യത്തിൽ നിന്ന് മനസ്സിലാകുന്നത് അവർ പഠിച്ച് അധ്വാനിച്ച് ജോലി ചെയ്ത് തന്നെയാണ് വാങ്ങുന്നത്. സ്വാഭാവികമായും എല്ലാ കാര്യങ്ങളും അവർ പറയും 100% ശരിയായിക്കൊള്ളണമെന്നില്ല. സങ്കല്പങ്ങളും കണക്കുകളുമല്ലേ. അത് ഏകദേശം ഇവരെ ഈ ജോലിക്ക് പറഞ്ഞയക്കുന്ന ആൾക്കും ആർക്ക് വേണ്ടിയാണ് ജോലി ചെയ്യുന്നത് അവർക്കൊക്കെ ഈ കാര്യം അറിയാവുന്നതുമാണ്. 100% അവരുടെ ആ സങ്കല്പങ്ങളും അവരുടെ കണക്കുകൂട്ടലുകളും ശരിയായിക്കൊള്ളണമെന്നില്ല.